മുഖത്തുണ്ടാകുന്ന എണ്ണമയം പലപ്പോഴും നമുക്കൊരു ഗ്ലോ ആയിട്ട് ഫീൽ ആകാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് വിയർപ്പുമായിട്ട് മിക്സായി നന്നായിട്ട് സ്കിൻ ഡള്ളായിരിക്കുന്നത് പോലെയും ടയേർഡായിരിക്കുന്നത് പോലെയും തോന്നാറുണ്ട്. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു എക്സസ് ഓയിലിനെസ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഡള്ളായിരിക്കുന്നത്, ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സ്കിന്നിലുള്ള ഒരുവിധം എല്ലാ തരം സ്കിൻ പ്രോബ്ലംസിനും ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ യൂസ് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള പാടുകൾ, അതുപോലെ തന്നെ ഒരു ഡൾനെസ് ഒക്കെ മാറ്റി നല്ല ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് എപ്പോഴും വേണം എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കണം. സ്കിപ്പ് ചെയ്യരുത്. ഓരോ ടിപ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ മുഴുവനും കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാനായിട്ട് അതൊരു വലിയ കാര്യമായിരിക്കും. സോ ഉറപ്പായിട്ടും മുഴുവനും കണ്ടു നോക്കുക. നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമുക്ക് സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് വാഷും കൂടെ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ മുടിയൊക്കെ ഒന്ന് ബാക്കിലോട്ട് കെട്ടിവെക്കുന്നുണ്ട്. കാരണം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഫേസ് നമുക്ക് വേണം ഈ ഒരു പാക്ക് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്കിൻ കെയർ ഒക്കെ കംപ്ലീറ്റ്ലി ചെയ്യാനായിട്ട്. മുടി നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിലുള്ള ഡീപ്പായിട്ടുള്ള പോർസൊക്കെ ഉണ്ടല്ലോ, ഡീപ്പായിട്ടുള്ള അഴുക്ക് പറ്റിയിരിക്കുന്ന പോർസൊക്കെ, അതിനെയൊക്കെ ചെറുതായിരിക്കും, മൈന്യൂട്ടായിരിക്കും, പക്ഷേ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് മുൾട്ടാണി മിട്ടി. ഇത് നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, മെഡിക്കൽ ഷോപ്സിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാണെങ്കിൽ ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളൊന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. തേനും കൂടെ നമുക്ക് ഈ ഒരു പ്രോസസ്സിനായിട്ട് വേണം. കാര്യം കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും, ചെറിയ ചെറിയ കുരുക്കളും തരികൾ പോലത്തെ കുരുക്കളുണ്ടാവുമല്ലോ മുഖത്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും നമുക്ക് തേൻ യൂസ് ചെയ്താൽ നല്ല പെട്ടെന്ന് പറ്റും. അതോടൊപ്പം തന്നെ സ്കിന്നിനെ ഒന്ന് സൂത്തൻ ചെയ്യാനും പെട്ടെന്നൊരു ഗ്ലോ തരാനും ഒക്കെ തേൻ സഹായിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ തേൻ ചേർത്ത് കൊടുത്തു, അതുപോലെ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുത്തു. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ആണ് പ്രധാനമായിട്ടും വേണ്ടത്. സ്കിപ്പ് ചെയ്യരുത്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ എടുക്കുക. ഇനി തീരെ പറ്റില്ല, നിങ്ങൾക്ക് ചേരത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണോ ചേരുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പാൽ കൂടെ ചേർത്താണ് ഈ ഒരു ഫേസ് പാക്ക് മുഴുവനായിട്ട് മിക്സ് ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പാൽ എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മുൾട്ടാണി മിട്ടിക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഓയിലൊക്കെ വലിച്ചെടുക്കാനും ഡേർട്സൊക്കെ വലിച്ചെടുക്കാനും അതൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാനായിട്ട് പാടില്ല. സ്കിൻ എപ്പോഴും നന്നായിട്ട് നറിഷായി ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അപ്പോൾ ആ ഗ്ലോ നമുക്ക് നഷ്ടപ്പെടാനും പാടില്ല. എന്നാൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിലൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാക്കാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡൾനെസ് ഒക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള നിറം തിരിച്ച് വരും. അത് തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് മതി നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ പൊല്യൂഷനും പൊടിയും അഴുക്കും കാരണം നമുക്കുള്ള ഗ്ലോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതല്ലാതെ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് സംരക്ഷിക്കാനും ഉള്ളതിലും ബെറ്ററാക്കി സൂക്ഷിക്കാനും, അല്ലെങ്കിൽ ഉള്ളതുപോലെ തന്നെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയർ അതുപോലെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ഞാനിവിടെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി പാല് സെറ്റാവാത്തവർക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. തൈരും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ആക്കാവുന്നതാണ്. കരിവാളിപ്പ്, വെയിലേറ്റ കരിവാളിപ്പ് കൂടുതലുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഞാനിവിടെ ഫേസ് പാക്ക് മുഖത്ത് ക്ലീൻ ആക്കിയിട്ടുള്ള മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലേ ഫോമിലാണുള്ളത് മുൾട്ടാണി മിട്ടി. സോ നന്നായിട്ട് നീറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു
തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഒരുപാട് തിന്നല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള, ഒരുപാട് കട്ടയ്ക്ക് വാരി വയ്ക്കണം എന്നല്ല, അത്യാവശ്യം കട്ടിക്ക് തന്നെ വേണം. എന്നാൽ ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് തിന്നാവരുത്, ഒരു മീഡിയം ലെവലിന് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് തിന്നായിട്ടാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറൈസേഷൻ ഉണ്ടല്ലോ, അത് ഈ പാക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം കിട്ടും. അതുകൊണ്ടാണ് ഒരുപാട് കട്ടിയല്ലാതെ എന്നാൽ ഒരുപാട് തിന്നല്ലാതെ ഒരു മീഡിയം ലെവലിൽ, ഇച്ചിരി കട്ടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഒരിക്കലും നിങ്ങൾ തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഇത് മാത്രമല്ല നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈഡായിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും. ഇപ്പോൾ നമുക്ക് മൂടിയ കഴുത്തുള്ള ഡ്രസ്സാണെങ്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് അധികം പറ്റില്ല. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല വൈഡായിട്ടുള്ള പഴയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും. പഴയ ടീഷർട്ട് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ കഴുത്ത് എന്ന് പറയുന്ന സാധനം നമ്മുടെ മുഖത്തോട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ നാൾ മുഖം മാത്രം കെയർ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് കഴുത്ത് കെയർ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അത് വളരെ മോശമാണ്. കാര്യം നമ്മൾ അത്രയും വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. മുഖം കാണുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ കഴുത്ത് കാണാനായിട്ട് പറ്റുമല്ലോ. അത് നമുക്ക് തന്നെ, നമ്മുടെ സ്കിന്ന് നമുക്ക് ആരും കണ്ടില്ലെങ്കിൽ പോലും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. സോ നമ്മൾ മുഖത്ത് എന്തൊക്കെ കെയറാണോ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ കഴുത്തിലും ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മുഖത്ത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. മുഖത്ത് യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ കോഫിയുടെ ഒരു ഫേസ് മാസ്ക് കാണിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിലാണ്, ബാക്കിലോട്ട് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്ക് മുഖത്ത് മാത്രമല്ല, മുഖത്ത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുൾ ബോഡി ആ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡി പോളിഷ് ചെയ്യാനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ആ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പറാണ് കേട്ടോ, അടിപൊളി പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കാം. കണ്ടോ, നന്നായിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ക്ലെൻസിങ് എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഫേസിലോട്ട്. അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഒരുപാട് മേക്കപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് എത്ര ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാൻ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമുക്കൊരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇനി 15 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, മുൾട്ടാനി മുട്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാലും തേനും മാത്രമാണ് നമ്മൾ അധികമായിട്ട് ചേർത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നൊന്ന് അതിനൊക്കെ ഓക്കെ ആണോ എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അടുത്തതായിട്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാൻ ഈ യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പാടുകളും ആവശ്യമില്ലാത്ത ഡെഡ് സെൽസും എല്ലാം പോകാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. നന്നായിട്ട് സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കല്ലേ. ഒരാൾ പോലും മടിച്ച് നിൽക്കരുത്. മുൾട്ടാനി മുട്ടി സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.